വിശുദ്ധ ഹദീസിൻ്റെ വാക്കുകളിലൂടെ ഇങ്ങനെ നോക്കിയാൽ അവിടുത്തെ വാക്കുകളുടെ പുലർച്ചയാണ് ഇതൊക്കെ എന്ന് കാണാൻ കഴിയും. യാ അല്ലാഹ്, ഇമ്രാനു ബൈത്തിൽ തഗ്സുവന്ന ജസീറത്തുൽ അറബ് ഫയഫ്തഹുഹ അല്ലാഹ് ثم تغزون فارس فيفتحها الله ثم تغزون الروم فيفتحها الله ثم تغزون الدجال فيفتحها الله. ജസീറത്തുൽ അറബ്, അറബ് രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു അറേബ്യൻ ഉപഭൂഖണ്ഡം, ദ അറേബ്യൻ പെനിൻസുല, ആ പ്രദേശത്തോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും എന്ന് ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായിരിക്കും അതിൻ്റെ കാരണം നമുക്കറിയില്ല. നാജിയത്തുൻ ഫിർഖത്തുൻ നാജിയ, രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ ഒരു വിഭാഗം ആളുകൾ തിന്മകൾക്കെതിരെ നടത്തുന്ന ഒരു പടയോട്ടമുണ്ട്. ആ പടയോട്ടത്തിൽ ജസീറത്തുൽ അറബ് ഭാഗമാണ്. അള്ളാഹു നിങ്ങൾക്കതിൽ വിജയം തരും. ഇത് അന്ത്യനാളിൻ്റെ സമയത്ത് നടക്കുന്ന സംഭവമാണ്. ثم تغزون فارس فيفتحها الله, ഫാരിസിനോട്, പേർഷ്യയോട് നിങ്ങൾ യുദ്ധം ചെയ്യും, അള്ളാഹു വിജയം തരും. ثم تغزون الروم فيفتحها الله, റൂം എന്ന് പറയുന്നത് തുർക്കി മുതൽ മേലോട്ടുള്ള പ്രദേശങ്ങളാണ്, യൂറോപ്പിൻ്റെ ഭാഗങ്ങളാണ്. അള്ളാഹു നിങ്ങൾക്ക് വിജയം തരും. ثم تغزون الدجال, അത് കഴിഞ്ഞാൽ പിന്നെ മസീഹു ദജ്ജാലിനോടും അവൻ്റെ ആളുകളോടും നിങ്ങൾക്കൊരു യുദ്ധമുണ്ടാകും. ഫയഫ്തഹുഹ അല്ലാഹ്, അള്ളാഹു നിങ്ങൾക്കതിൽ വിജയം തരും. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറാനു ബൈത്തുൽ മഖ്ദിസ് ഖറാബു യസ്രിബ് വഖറാബു യസ്രിബ് ഖുറൂജുൽ മൽഹമ വഖുറൂജുൽ മൽഹമ ഫത്ഹുൽ ഖുസ്തൻതിനിയ വഫത്ഹുൽ ഖുസ്തൻതിനിയ ഖുറൂജുദ് ദജ്ജാൽ എന്ന് റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുണ്ട്. ഓരോന്നിനെയും ബന്ധപ്പെടുത്തി നിൽക്കുകയാണ്. ഇമ്രാന് ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിപുലീകരണം, ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിജയം, ബൈത്തുൽ മുഖദ്ദസ് വിശാലമാക്കപ്പെടുകയും, അതായത് ഫഇദാ ഉമ്മിറ ബൈത്തുൽ മഖ്ദിസ് ബിൽ മാലി വർ-റിജാലി വൽ അഖാരി വത്തസഅ ബിനാഉഹു വസാദ അനിൽ ഹദ്ദിൽ മഅറൂഫ്. ജെറൂസലേമിലെ ഹൃദയഭാഗത്ത് കിടക്കുന്ന അള്ളാഹുവിൻ്റെ മസ്ജിദും നമ്മുടെ ആദ്യത്തെ ഖിബലയുമാണ് അൽ മസ്ജിദുൽ അഖ്സ. കണ്ട ആളുകൾ, യാത്ര പോയ ആളുകൾ ഈ സദസ്സിലുണ്ട്. ഉസ്താദന്മാരും ഇവിടെ ഉമറാക്കളൊക്കെ പോയിട്ടുണ്ടാകും, സദസ്സിൽ പോയ ആൾക്കാരുണ്ട്. ബൈത്തുൽ മഖ്ദിസ്, അല്ലാഹുമ്മ ജഅൽനാ അല്ലാഹുമ്മ അക്തുബ് ലനാ ഫീഹി സ്വലാത്തൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു നമുക്ക് അവിടെയൊക്കെ നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവിൻ്റെ ഹറമാണത്, പരിശുദ്ധമായ ഖിബലയാണത്, നബിതങ്ങളുടെ മസ്റയാണ്, ഇസ്രാ നടന്ന സ്ഥലമാണത്. ബൈത്തുൽ മുഖദ്ദസ് നിൽക്കുന്നത് ഒരു വലിയ കോമ്പൗണ്ടിനകത്താണ്. 4 കിലോമീറ്ററോളമുള്ളൊരു ഒരു വിശാലമായൊരു ഇടമാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനം. ചുറ്റുവട്ടങ്ങളിലും ഒരു ഭാഗത്ത് ഖബർസ്ഥാനാണ്, ഒരു ഭാഗത്ത് വെയിലിംഗ് വാൾ, 2 ഭാഗത്തും ഖബർസ്ഥാനാണ്. ഒരു ഭാഗത്ത് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം, ഒരു ഭാഗത്ത് കച്ചവട സ്ഥാപനങ്ങൾ, വലിയ വലിയ സൂക്കുകൾ, 100 കണക്കിന് സ്ഥാപനങ്ങൾ, അണ്ടർഗ്രൗണ്ട് സൂക്കുകളാണ് ബൈത്തുൽ മുഖദ്ദസിൻ്റെ പരിസരം. ബൈത്തുൽ മുഖദ്ദസ് വികസിക്കുമെന്നാണ് ഹദീസിൽ പറയുന്നത്. ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എക്സ്പാൻഷൻ സാധ്യമാക്കി കൊടുക്കും, വിശാലമാക്കി കൊടുക്കും. അങ്ങനെ ഒരു വിജയം ബൈത്തുൽ മുഖദ്ദസിനുണ്ടായി കഴിഞ്ഞാൽ ഇമ്രാനു ബൈത്തുൽ മഖ്ദിസ് ഖറാബു യസ്രിബ്, അത് മദീനയുടെ പതനത്തിന് കാരണമാകും. മദീനയെ അവിശ്വാസികളായ ആളുകൾ കൈയടക്കുകയോ തിന്മകൾ അവിടെ വാഴുകയോ ചെയ്യുന്നൊരവസ്ഥ വരും. വഖറാബു യസ്രിബ്, മദീനയിൽ പ്രശ്നങ്ങളുണ്ടായാൽ ഖുറൂജുൽ മൽഹമ, അത് വലിയ വലിയ യുദ്ധങ്ങളുടെ തുടക്കമാണ്. വഖുറൂജുൽ മൽഹമ ഫത്ഹുൽ ഖുസ്തൻതിനിയ, വലിയ വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് ഖുസ്തൻതിനിയ എന്ന പ്രദേശം മോചിപ്പിക്കപ്പെടാനുള്ള കാരണമാകും. ഖുസ്തൻതിനിയ എന്ന് ഈ പറയുന്ന ഖുസ്തൻതിനിയ എവിടെയാണ് നമുക്ക് പറയാൻ കഴിയില്ല. മുമ്പ് ഖുസ്തൻതിനിയ എന്ന് പറയപ്പെട്ടിരുന്നത് ഇസ്തംബൂളിലാണ്. ഇപ്പോൾ തുർക്കിയുടെ വലിയൊരു കൊമേഴ്ഷ്യൽ ബിസിനസ് നഗരമായ ഇസ്തംബൂൾ, അതിൻ്റെ പഴയ പേരാ ഖുസ്തൻതിനിയ. പക്ഷേ നബി തങ്ങൾ പറഞ്ഞ ഈ ഖുസ്തൻതിനിയ ഖുറാസാനിൻ്റെ ഭാഗമായി കിടക്കുന്ന പ്രദേശമാണെന്നാണ് ചില ഹദീസ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. അതായത് ഇറാനിൻ്റെ മേൽഭാഗം, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ,
അവിടെ എവിടെയോ ഉള്ള ഒരു നഗരത്തെക്കുറിച്ചുള്ള പരാമർശമായിരിക്കണം ഇതെന്നാണ്. ഫതുഹുൽ ഖുസ്തൻതീനിയ ഖുറൂജു ദജ്ജാൽ, കോൺസ്റ്റാന്റിനോപ്പിൾ ഖുസ്തൻതീനിയയുടെ വിജയം, അത് മസീഹ് ദജ്ജാലിൻ്റെ വരവാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ വരുന്ന ഇടം എവിടെയാണ്, ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത് എന്ന് നബി തങ്ങൾ വ്യക്തമായി പറഞ്ഞു. അഹ്ലു ഷാമി വറൂം, റോമിൻ്റെയും ഷാമിൻ്റെയും ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് മസീഹുദ് ദജ്ജാലിൻ്റെ വരവുണ്ടാവുക. റൂം എന്ന് പറഞ്ഞാൽ യൂറോപ്പ് എന്നാണ്. യൂറോപ്യൻ രാജ്യങ്ങളും ഷാം എന്നത് ഫലസ്തീൻ ഹൃദയമായി നിൽക്കുന്ന ഒരു വലിയ പ്രദേശത്തിന് പറയുന്ന പേരാണ് ഷാം. നബി തങ്ങൾ ഷാം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ജോർഡാനും ഫലസ്തീനും ലെബനോനും സിറിയയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. ഇതിനാണ് ഷാം എന്ന് പറയാം. ഈ ഷാമും റോമും തമ്മിൽ, റോം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്, അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഘട്ടനത്തിൻ്റെ വിഷയത്തിലേക്കാണ് മൽഹമ എന്ന് പറയുന്നത്. കിതാബുകൾ അൽ മൽഹമത്തുൽ കുബറ, അൽ മൽഹമത്തുൽ സുഗറ, മൽഹമയെ സംബന്ധിച്ചുള്ള ഒരുപാട് റിവായത്തുകളും ഹദീഥുകളും അല്ലാമ ഇബ്നു അബി ദുന്യ അടക്കമുള്ള ഒരുപാട് ഹദീഥ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചത് നമ്മുടെ ഹദീഥിൻ്റെ കിതാബുകളിലൊക്കെ കാണാൻ പറ്റും. അത് വേറെ ഒരു ചരിത്രമാണ്, പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. അള്ളാഹുവിൻ്റെ ചില സംവിധാനങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു എന്ന് കാണുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഈമാൻ വർദ്ധിക്കണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങൾ ഇതൊക്കെ പ്രവചിക്കുകയാണ്. തങ്ങളീ പറയുന്നത് അവിടുത്തെ നുബൂഅ, അവർ പ്രവചിക്കുന്നത് അള്ളാഹു നൽകുന്ന വഹയാണ്. തങ്ങൾ കാണാത്ത നാടിനെക്കുറിച്ചായി പറയുന്നത്, തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളുടെ പേരുകൾ നബി തങ്ങൾ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് തിന്മയും നീതിയും തമ്മിലുള്ള യുദ്ധം കാലാകാലങ്ങളിൽ ഉണ്ടായിരിക്കുമെന്നാണ്. ധർമ്മവും അധർമ്മവും തമ്മിൽ, കൊലയാളികളും നിരപരാധികളും തമ്മിൽ, പാവപ്പെട്ടവരും മുതലാളി വർഗവും തമ്മിൽ, ഈമാനിൻ്റെ അഹ്ലുകാരും അല്ലാത്തവരും തമ്മിലുള്ള സംഘട്ടനങ്ങൾ കാലാകാലങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളിൽ ഹദീഥിൻ്റെ പുലർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ലിബഅദ് വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ്. സംഘട്ടനങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളെ കൊണ്ട് ചില ആളുകളെ അള്ളാഹു പ്രതിരോധിക്കുകയാണ്. അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്ത് ആരാധനാലയങ്ങളോ മനുഷ്യർക്കോ ഒന്നും നിലനിൽപ്പുണ്ടാകുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിലേക്ക് ഞാൻ കടക്കുകയാണ്. ഫിത്നത്തുൽ അഹ്ലാസ് ഹറബുൻ വഹറബുൻ. അഹ്ലാസ് എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും എവിടെ? ഹറബുൻ വഹറബുൻ. ഹറബ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന ഒരു യുദ്ധമായിരിക്കും അത്. അൽ ഹറബ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് കൊള്ളയടിക്കുക എന്നാണ്. സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്നൊരു യുദ്ധം നടക്കും. ഒരുപാട് യുദ്ധങ്ങൾ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ നടന്നിട്ടുള്ള മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ, അതിലേതാണ് ഫിത്നത്തുൽ അഹ്ലാസ് നമുക്കറിയില്ല. ثم فتنة السراء دخنها من تحت قدم من أهل بيتي يزعم أنه مني وليس مني. فتنة السراء, സമ്പത്തും ആരോഗ്യവും അള്ളാഹു നൽകിയതിൻ്റെ പേരിൽ തിന്മ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് നടക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഫിത്ന ഈ ഉമ്മത്തിന് കാണാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിത്നത്തുൽ അഹ്ലാസ് കഴിഞ്ഞാൽ ഫിത്നത്തുൽ സറാ. സറാ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. സന്തോഷത്തിൻ്റെ ഒരു ഫിത്ന വരും എന്ന് പറഞ്ഞാൽ പുരോഗതി എന്ന വാക്കിൻ്റെ മറവിൽ ഉത്തുംഗതി, പ്രോഗ്രസ്, രാജ്യം ആധുനിക സംവിധാനങ്ങളിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ലോകം പുരോഗമിക്കുന്നു, നാടുകൾ പുരോഗമിക്കുന്നു എന്ന വാക്കിൻ്റെ മറവിൽ അള്ളാഹു നൽകുന്ന സമ്പത്തും മനുഷ്യർക്ക് നൽകിയ ആരോഗ്യവും അള്ളാഹുവിനിഷ്ടമില്ലാത്ത വഴികളിലേക്ക് ചിലവഴിക്കപ്പെടുന്നൊരു കാലഘട്ടം ഈ ഉമ്മത്തിന് വന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത്? വരാൻ പോകുന്നു എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. വന്നു കഴിഞ്ഞു. സമ്പത്ത് കൊണ്ട് അള്ളാഹു ഒരുപാട് അറബ് മുസ്ലിം രാജ്യങ്ങളെ അള്ളാഹു ചാല നിഅ്മത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പിറകിൽ മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ثم فتنة السراء دخنها من تحت قدم من أهل بيتي يزعم أنه مني وليس مني.
ഇങ്ങനെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ടാകുന്നൊരു നേരം, ആരോഗ്യമുണ്ട്, രാജ്യം സമ്പൽ സമൃദ്ധിയിലാണ്, പുരോഗതിയിലാണ്. ആ സമയത്ത് എൻ്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്, തങ്ങളാണ്, സയ്യിദാണ് എന്ന് വാദിക്കുകയും എന്നാൽ അയാൾ സയ്യിദല്ല, ആ ഒരു മനുഷ്യന് ആളുകൾ ബൈഅത്ത് ചെയ്യുന്നൊരവസ്ഥ വരും, എന്നാൽ അയാൾ ശരിയായ സയ്യിദാവുകയില്ല. വഇന്നമാ ഔലിയാഇ അൽ മുത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ മാത്രമാണ് എൻ്റെ ഔലിയാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ വഴിപ്പെടാത്ത, എന്നാൽ ഞാൻ നബിയുടെ പരമ്പരയിലാണ് എന്ന് പറയുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ലോക മുസ്ലിമീങ്ങൾ അന്ന് ബൈഅത്ത് ചെയ്യുന്നൊരവസ്ഥ വരും, അയാളുടെ കയ്യിലേക്ക് നേതൃത്വം വരും. ഇത് ഇമാം മഹദി വരുന്നതിൻ്റെ മുമ്പായിരിക്കും. ഇമാം മഹദി തങ്ങൾ സ്വാലിഹായ അബ്ദാണ്, നബി തങ്ങളുടെ പരമ്പരയിൽ വരുന്ന സയ്യിദായിരിക്കും ഇമാം മഹദി. അൽ മഹദിയു മിൻ അച്റതി മിൻ ഔലാദി ഫാത്തിമ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പരമ്പരയിലൂടെ വരുന്ന ഹസൻ ഹുസൈൻ എന്നിവരുടെ സിൽസിലയിലേക്ക് എത്തുന്ന സ്വഹീഹായ പരമ്പരയുള്ള സ്വാലിഹായ അബ്ദായിരിക്കും മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി അൽ ഹാഷിമി അൽ ഖുറശി എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യനാണ് അൽ മഹദി എന്ന് നാമകരണം ചെയ്യപ്പെട്ട് ഈ ഉമ്മത്തിൻ്റെ ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് 7 വർഷം. അതിൻ്റെ മുമ്പ് ഒരു ഫേക്ക് മഹദി വരും. ആ മഹദിയെ ചില ആളുകളൊക്കെ അംഗീകരിക്കും, ചില രാജ്യങ്ങളൊക്കെ അംഗീകരിക്കും. പക്ഷേ തങ്ങൾ പറയാണ് യസ്ഉമു അന്നഹു മിന്നി, എൻ്റെ ആളാണ്, എന്നിൽപ്പെട്ടവനാണ് എന്ന് വാദിക്കും. വലൈസ മിന്നി, അയാൾ എന്നിൽപ്പെട്ട ആളല്ല. തങ്ങൾ പറയാൻ അയാൾ മോശക്കാരനാണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു ഇന്നമാ ഔലിയാഇ അൽ മുത്തഖൂൻ, എൻ്റെ ഇഷ്ടദാസന്മാരെന്ന് പറയുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അൽ മുത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ثم يصطلح الناس على رجل كورك على ضلع. ضلع എന്ന് പറഞ്ഞാൽ വാരിയലാണ്. വരിക്കെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബാക്കാണ്. വാരിയലിൻ്റെ മേൽ ബാക്ക് വെച്ച പോലെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വാരിയലിന് താങ്ങാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത, യോഗ്യതയില്ലാത്ത ഒരാളെ ജനങ്ങൾ വീണ്ടും അവരുടെ നേതാവായി തിരഞ്ഞെടുക്കും. അതും ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് ثم فتنة الدهيمة, ദുഹൈമ എന്ന് പറയുന്ന ഒരു പരീക്ഷണം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലത്മതുഹു ലത്മ. ആ ദുരന്തം വരുമ്പോൾ ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കും അതുകൊണ്ട് അടികിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. ഇതൊക്കെ എന്തിനാണെന്നറിയോ? നമ്മളൊന്നും സലഫ് സ്വാലിഹീങ്ങളായി ഉമ്മത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകാർ അനുഭവിച്ച പരീക്ഷണങ്ങളുടെ 1001 പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. പരീക്ഷണങ്ങൾ അള്ളാഹു ഈമാനുള്ളവരെ ഇല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കാൻ അള്ളാഹു ചെയ്യുന്ന റബ്ബിൻ്റെ ഒരു സിസ്റ്റമാണ്. അള്ളാഹുവിന് ചെയ്യാം. ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അമല് സ്വാലിഹാത്ത് ചെയ്യുന്നത് എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണം ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിലുണ്ട്, ഉമ്മത്തിൻ്റെ ആദ്യ ഘട്ടത്തിലുണ്ട്, അതിൻ്റെ ഇടയിലുമുണ്ട്. ഇതിൽ അവസാന കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് 50 സ്വഹാബിയുടെ കൂലിയാണ് നബി തങ്ങൾ പറഞ്ഞത്. ഒരു 50 സ്വഹാബിമാർ എടുക്കുന്ന അമലിൻ്റെ കൂലി അന്ത്യനാളിൽ ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണമെങ്കിൽ വെറുതെ കിട്ടുമോ? പരീക്ഷണങ്ങളുണ്ടാവും. ആ പരീക്ഷണങ്ങൾ അതിജീവിക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്തിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ വചനങ്ങളിലൂടെ ഹദീസിൻ്റെ ഗ്രന്ഥം രേഖപ്പെട്ട് കിടക്കുകയാണ്. അത്ഭുതം എന്താണെന്നറിയോ? ഈ സംഭവങ്ങൾ എന്ന്, എപ്പോൾ, എങ്ങനെ എന്നൊന്നും അറിയാത്ത കാലഘട്ടത്തിൽ തന്നെ സ്വഹാബിമാർ, താബിഈങ്ങൾ, ഹദീസ് പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ ഈ ഹദീസുകൾ തലമുറകൾക്ക് കൈമാറി വെച്ചു. അവർക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന്. ഇന്ന് അവരന്ന് മനസ്സിലാക്കാൻ അവർക്ക് പ്രയാസമായിരുന്ന പലതും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. ലാ തദഉ അഹദൻ മിൻ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ലത്മതുഹു ലത്മ. ഫിത്നത്തുൽ അഹ്ലാസ് കഴിഞ്ഞ് ഫിത്നത്തുസ് സറാ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫിത്നത്തു ദുഹൈമ. ദുഹൈമ എന്ന് പറഞ്ഞ പരീക്ഷണം. ഫഇദാ ഖീലൻ ഖല്ലത് തമാദത് വസാദത്. ആ പരീക്ഷണവും ദുരന്തവും തീർന്നു എന്ന് ആളുകൾ പറയുമ്പോഴേക്കും അത് പിന്നീട് തിരിച്ചു വരും പൂർവോപരി. അവിടെയാണ് യുസ്ബിഹുർ റജുലു ഫീഹാ മുഅ്മിന വയുംസി കാഫിറാ
വൈകുന്നേരം കിടന്നുറങ്ങാൻ പോകുമ്പോൾ മുസ്ലിമാണ്, അള്ളാഹുൽ വിശ്വാസമുണ്ട്. എന്നാൽ നേരം വെളുക്കുമ്പോഴേക്കും എന്തേ പടച്ചവൻ ഇങ്ങനെ അവൻ്റെ അഹലുകാരെ പരീക്ഷിക്കുന്നു, എന്തേ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഇങ്ങനെ പ്രയാസം, എന്തേ ആളുകൾ മുസ്ലിമീങ്ങളെ മാത്രം ഇങ്ങനെ വട്ടമിടുന്നു, അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിലുള്ള ഈമാൻ നേരം പുലരുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന ആളുകൾ അക്കൂട്ടത്തിൽ ഉണ്ടാകും. ഹത്താ യസ്വീറന്നാസു ഇലാ ഫുസ്താത്വീൻ, ജനങ്ങൾ രണ്ട് ഭാഗമായി മാറും. രണ്ട് ഭാഗം. ഫുസ്താത്തു ഈമാനില്ലാ നിഫാഖ ഫീഹ്, ഒരു കാപട്യവുമില്ലാത്ത ശുദ്ധമായ ഈമാനിൻ്റെ ഒരു വിഭാഗം ആളുകൾ. വഫുസ്താത്തു നിഫാഖില്ലാ ഈമാന ഫീഹ്, ഒരു ഈമാനിൻ്റെ കണിക പോലുമില്ലാത്ത കാപട്യത്തിൻ്റെ ആളുകൾ, കപടന്മാരായി ആക്ട് ചെയ്യുന്നവരെ, സത്യവിശ്വാസികളുടെ കൂടെ നിൽക്കാതെ കാപട്യം കാണിക്കുന്ന ഒരു വിഭാഗവും, എന്നാൽ അവരോട് സത്യസന്ധമായി ധർമ്മത്തിനും നീതിക്കും കൂടെ നിൽക്കുന്ന ഈമാനിൻ്റെ പക്ഷക്കാരും എന്ന രണ്ട് വിഭാഗം വരും. അങ്ങനൊരു സമയം വരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ കാന ദാകും, അങ്ങനെ ഒരു വിഷയം സംഭവിക്കുകയാണെങ്കിൽ അവിടെയാണ് മസീഹുദ് ദജ്ജാലിൻ്റെ വരവുണ്ടാകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സതുസാലിഹൂന റൂം സുൽഹൻ ആമിന, നിങ്ങൾ റോമക്കാരുമായി സമാധാനപരമായ സന്ധിയിൽ ഒപ്പുവെക്കും. റൂം എന്നിവിടെ പറയുന്നത് യൂറോപ്പിനെ കുറിച്ചാണ്. റൂമിയ എന്ന് പറഞ്ഞാലാണ് റോം പട്ടണം, ഇറ്റലി കിടക്കുന്ന റോം എന്ന് പറയുന്ന നഗരം, അതിന് അറബിയിൽ റൂമിയ എന്ന് പറയാം. റൂം, സൂറത്തു റൂം എന്നൊക്കെ പറഞ്ഞാൽ യൂറോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ യൂറോപ്പ് എന്ന് പറയാം. പക്ഷെ അന്ന് ആ വാക്കുപയോഗിച്ചത് തുർക്കിക്കാണ്. കാരണം യൂറോപ്പിൻ്റെ പടിവാതിൽ എന്ന് പറയുന്ന തുർക്കിയാണ്. ഈസ്റ്റും വെസ്റ്റും കണ്ടുമുട്ടുന്ന നാടാണല്ലോ തുർക്കി. അതുകൊണ്ട് തുർക്കിയെ സംബന്ധിച്ചും റോം എന്ന് പറയാറുണ്ട്. റസൂലുള്ളാഹി നിങ്ങൾ പറയട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫതഗ്സൂന അൻതും വഹും അദുവം മിൻ വറായിക്കും, നിങ്ങളും യൂറോപ്യരും ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് നാടുകാരും മുസ്ലിമീങ്ങളായ ആളുകളും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ ഒരു യുദ്ധം നടക്കും. ഫതുൻസറൂൻ, നിങ്ങൾക്കതിൽ വിജയമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതഗ്നമൂന വതസ്ലമൂൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും, ഗനീമത്ത് സ്വത്തും നിങ്ങൾക്ക് ലഭിക്കും. ثم ترجعون حتى تنزلوا بمرج ذي تلول. യാ അല്ലാഹ്, കുന്നുകളുള്ള ഒരു പ്രദേശം, ചെറിയ കുന്നുകൾക്കാണ് തെല്ല് എന്ന് പറയാം. ജബൽ എന്ന് പറഞ്ഞാൽ വലിയ മലകളാണ്. തെല്ല്, തിലാൽ എന്ന് പറഞ്ഞാൽ ചെറിയ കൊച്ചു കുന്നുകൾക്കാണത് പറയാം. കൊച്ചു കുന്നുകളുള്ളൊരു പ്രദേശം. ജോർഡാൻ മുതൽ മേലോട്ട് മൊത്തം അങ്ങനെയാണ്. ജോർഡാൻ്റെ ജിയോഗ്രഫി കണ്ടാൽ മനസ്സിലാവും. സൗദി അറേബ്യ കഴിഞ്ഞ് തബൂക്കും കഴിഞ്ഞ് ജോർഡാനിൽ കടന്നാൽ ജോർഡാനും ഫലസ്തീനും ഒക്കെ കുന്നുകളുടെ നാടാണ്, മനോഹരമായ കുന്നുകളുടെ നാടാണ്. അവിടെ നിന്നിങ്ങോട്ട് യൂറോപ്പിലേക്ക് സ്ട്രെച്ച് ചെയ്തു പോകുന്ന മലനിരകൾ അങ്ങനെയാണ്. ഇടയ്ക്ക് മരുഭൂമികൾ വരുന്നുണ്ട്. തുർക്കിയിലടക്കം ഇറാഖിലടക്കം മരുഭൂമിയുണ്ട്. പക്ഷേ എന്നാലും ചെറിയ കുന്നുകളായി കടന്നു പോകുന്ന ഒരു വേര് യൂറോപ്പിൻ്റെ ഭൂമികയിലേക്ക് കടന്നു പോകുന്നത് കാണാൻ കഴിയും. നബി ഞങ്ങൾ പറയാണ്, ബിമറജിൻ ദീ തുലൂൽ, നല്ല മനോഹരമായ പച്ചപ്പുള്ള കുന്നുകളുള്ളൊരു പ്രദേശത്ത് നിങ്ങൾ അവിടെ വിശ്രമിക്കാനിറങ്ങും. ഫയർഫഉ റജുലുൻ മിൻ അഹ്ലി നസ്റാനിയ്യ, ശരിയായ ഈസ നബി അലൈഹിസ്സലാമിൻ്റെ വിശ്വാസമല്ലാതെ കുരിശുവാഹകനായി അക്കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം കുരിശുയർത്തിപ്പിടിച്ചിട്ട് പറയും, ഞങ്ങളുടെ ഈ കുരിശു കൊണ്ടാണ് വിജയമുണ്ടായത് എന്ന്. ആ വിജയത്തിൻ്റെ അവകാശവാദം അയാൾ ഉന്നയിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരായിരിക്കും, ഏത് രാജ്യക്കാരനായിരിക്കും അത് പറയാ, ഇതൊന്നും നമുക്കറിയില്ല. അതിനെ ചൊല്ലി അവിടെ സംഘർഷമുണ്ടാകുമെന്നും അതിനെ വതജ്മഉ ലിൽ മൽഹമ, അവിടെയാണ് അതിശക്തമായ ഒരു യുദ്ധത്തിൻ്റെ സാഹചര്യം ഒരുങ്ങുന്നതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംഘത്തിലുള്ള മുഅ്മിനീങ്ങൾ ശുഹദാക്കളാണ് എന്നും നബി തങ്ങൾ പറഞ്ഞു. അവർ ഷഹീദുകളായിരിക്കും, അവർ ചെറുസംഘമാണ്, അവർ ശുഹദാക്കളായിട്ട് മാറും. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസുണ്ട്, ലാ തഖൂമുസ്സാഅ ഹത്താ യൻസില الروم بالعماق او بدابق. അമാഖിലും ദാബഖിലും യൂറോപ്യർ ക്യാമ്പ് ചെയ്യുന്നവരെ ഖിയാമത്ത് നാൾ നടക്കൂല. എവിടെയാണ് അമാഖ് ദാബഖ് എന്നറിയോ? സിറിയയിലെ ഹലബ്, അലപ്പോ സിറ്റിക്കടുത്തുള്ള സ്ഥലമാണ് അമാഖും ദാബഖും. ഇത് നബി ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത സ്ഥലമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നവിടെ ആർമി ക്യാമ്പുകളുണ്ട്. പടിഞ്ഞാറൻ നാട്ടുകാരുടെ
ആർമി ക്യാമ്പുകളുള്ള സ്ഥലമാണ് ദാബക്കും അതുപോലെ തന്നെ അമാഖ്. എത്രയോ കൊല്ലങ്ങളായിട്ട് അവിടെ ഉണ്ട്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടക്കും. റോമക്കാർ അവരുടെ സൈന്യവുമായി അമാഖിലും ദാബക്കിലും ക്യാമ്പ് ചെയ്യും. ഇന്നത്തെ സിറിയയാണ്, ദമസ്കസിൻ്റെ പരിസരങ്ങൾ, ഹലബ്, അലപ്പോ, ഹലബ് എന്നാണ് അറബിയിൽ പറയാം. ഫയഖ്റുജു ലഹും ജയ്ഷും മിനൽ മദീനത്തിൽ മുനവ്വറ, പരിശുദ്ധമായ മദീനയിൽ നിന്ന് ആ സാഹചര്യത്തിൽ ഒരു സൈന്യം പുറപ്പെടുന്നുണ്ട്. മിൻ ഖിയാരി അഹ്ലിൽ അർളി യൗമഇദിൻ, അന്നത്തെ ഏറ്റവും നല്ല ആളുകളായിരിക്കും അവർ. ഫഇദാ തസാഫു അമാമ ബഅദ്, അവർ പരസ്പരം ഫേസ് ടു ഫേസ് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ഖാലത്തിർ റൂം, പടിഞ്ഞാറുകാർ പറയും ഖല്ലു ബൈനനാ വ ബൈനല്ലദീന സുബൂ മിന്നാ നുഖാതിലുഹും. ഒരുപാട് ആളുകൾ അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയൊരു വിഭാഗം യൂറോപ്യർ അവിടെ ആ സംഘത്തിലുണ്ട്. അവർ പറയും മുസ്ലിമീങ്ങളോട്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നിങ്ങളിലേക്ക് വന്ന മതം മാറി വന്ന ആളുകളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, ഞങ്ങൾക്ക് അവരെ കൊല ചെയ്യാനാണ് എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ പറയും ലാ വല്ലാഹ് വലാ നുഖല്ലി ബൈനകും വ ബൈന ഇഖ്വാനിന, അവർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, അവർ നിരപരാധികളാണ്, നിങ്ങളോടൊരു യുദ്ധത്തിന് വന്നവരല്ല, ആ നിരപരാധികളെ നിങ്ങൾക്ക് വിട്ടുതരാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നതോടുകൂടെ ഫയുഖാതിലൂനഹും, അവിടെ ഒരു യുദ്ധം നടക്കുമെന്നും ആ സൈന്യത്തിൻ്റെ 1/3 പരാജയപ്പെടും, 1/3 ശുഹദാക്കളാണ്, 1/3 വിജയം വരിക്കുമെന്നും റസൂലുള്ളാഹ് അഫ്ദലു ശുഹദാഇ ഇൻദല്ലാഹ് വയഫ്തഹു الثلث الأخير البلاد ويغنم ولا يفتنون أبدا. അവിടെ മുതലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു റീജിയൻ ഒന്നാകെ ഇസ്ലാമിൻ്റെ പരിധിയിലേക്ക് വരുന്നതെന്നും അന്ത്യനാളിലേക്ക് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ ജാഉ ശാം, അവർ ഷാമിലേക്ക് എത്തിയാൽ, ഷാം എന്ന് പറയുന്നത് ഫലസ്തീനാണ്. ഷാം എന്ന് മുത്തലഖൻ പറയുമ്പോൾ ഡമസ്കസ്, ഫലസ്തീൻ, ഈ 2 നഗരങ്ങളെ ബന്ധപ്പെടുത്തിയാണ് ആ വാക്ക് ചരിത്രത്തിൽ ഉപയോഗിക്കുക. അവിടെ എത്തുമ്പോൾ ഖറജൽ മസീഹുദ് ദജ്ജാലു, ആ സമയം മസീഹുദ് ദജ്ജാൽ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. യുസവൂന സുഫൂഫ്, മഹാനായ സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഈസ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് മുസ്ലിമീങ്ങളായി നമ്മൾ വിശ്വസിക്കുന്നത് വമാ ഖതലൂഹു വമാ സ്വലബൂഹു വമാ ഖതലൂഹു യഖീന, ഒരിക്കലും ഈസ നബി അലൈഹിസ്സലാമിനെ അവരാരും വധിച്ചിട്ടില്ല. ഈസ നബി അലൈഹിസ്സലാം കുരിശിൽ തറക്കപ്പെടുകയും അല്ല ഉണ്ടായത്. വലാകിൻ റഫഅന, അള്ളാഹു ശരീരത്തോടുകൂടെ റൂഹോടുകൂടെ മഹാനവറുകളെ ആകാശലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതാണ് സയ്യിദുന ഈസ നബി അലൈഹിസ്സലാം. മഹാനവറുകൾ ഖിയാമത്തിൻ്റെ മുമ്പ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സ്ഥലം, ആ രൂപം ഒക്കെ നബി തങ്ങൾ പറഞ്ഞു. യൻസിലു അലൽ മനാറത്തിൽ ബൈളാഇ ശർഖിയ ദിമഷ്ക്, ഡമസ്കസ് എന്ന് പറയുന്നൊരു നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു മസ്ജിദിൻ്റെ വെളുത്ത മുനാരത്തിലൂടെയാണ് സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയത്ത് മഹാനവറുകൾ ഇറങ്ങി വരുന്നത് എന്നും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡമസ്കസിൽ പോയാൽ ആ നാട്ടുകാർ കാണിച്ചു തരും ഏതാണ് അൽ മനാറത്തുൽ ബൈളാ. അൽ മസ്ജിദുൽ അമവി എന്ന് പറയുന്ന വലിയൊരു മസ്ജിദുണ്ട്. ആ മസ്ജിദിൻ്റെ മുനാരങ്ങളാണ് അൽ മനാറത്തുൽ ബൈളാ. 1300ഓളം കൊല്ലങ്ങൾ പഴക്കമുള്ളൊരു മസ്ജിദാണത്. ആ മസ്ജിദ് പുനരുദ്ധാരണം നടത്തപ്പെട്ട് ഇന്നും അവിടെ റെഡിയാണ്. ഈസ്റ്റ് ഡമസ്കസിൽ സിറിയയിലേക്കൊന്നും യാത്ര ചെയ്യാൻ സുരക്ഷിതമല്ലാത്തതിൻ്റെ പേരിലാണ്. അവിടെ ചെന്നാൽ ഒരുപാട് സിയാറത്തിൻ്റെ മഖാമുകളുണ്ട്. മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെയാണ്, സക്കരിയ നബി അലൈഹിസ്സലാം അവിടെയാണ്, യഹ്യാ നബി അലൈഹിസ്സലാം അവിടെയാണ്. ഒരുപാട് സ്വഹാബിമാർ, അബൂദർദാ തങ്ങളടക്കം, ബിലാൽ ഇബ്നു റബാഹ് തങ്ങളടക്കം ഒരുപാട് സ്വഹാബിമാരുള്ള നാടാണത്. അവരൊക്കെ ഷാമിലേക്ക് പോയി തങ്ങളുടെ വഫാത്തിന് ശേഷം. ഏതായിരുന്നാലും ഷാം വല്ലാത്തൊരു നാടാണ്. അത് വലിയ അത്ഭുതങ്ങളുള്ള പ്രദേശമാണ്. അർളുൽ മഹ്ശരി വൽ മൻശർ, അവിടെയാണ് ഭൂമിയെ നിരപ്പാക്കി അള്ളാഹു ഖിയാമത്ത് നാൾ സംവിധാനിക്കുമ്പോൾ മഹ്ശറ എന്ന് പറയുന്ന മൈതാനം നിലനിൽക്കുന്നത് ഡമസ്കസിൻ്റെയും ഫലസ്തീനിൻ്റെയും ഭാഗങ്ങളായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്ക് ജനങ്ങൾ മലക്കുകളാൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുക. ആളുകളെ തെളിച്ചു കൊണ്ടുപോകുമെന്നാണ്. അങ്ങനെ വലിയ അത്ഭുതങ്ങളെ പുണ്യ റസൂലും വിശുദ്ധ ഖുർആനും നമുക്ക് പറഞ്ഞു തരുമ്പോൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഇത് വിശ്വസിക്കാൻ ഒരു മുസ്ലിമിന് ഒരു പ്രയാസവുമില്ല. എന്തേ? അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതാണ്. സ്വഹീഹായ ഹബീബിൻ്റെ റിവായത്തുകളാണ്, അവിടുത്തെ ഹദീസുകളാണ്. ഇതൊക്കെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അത്രയും പ്രമാണബദ്ധമായ വിഷയങ്ങളാണ് പുണ്യനിബിധങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നസ്സാഅ,
ലാ തഖൂമു ഹത്താ ലാ യുഖ്സമ മീറാഥുൻ വലാ യുഫ്റഹു ബിഗനീമ ثم قال بيده هكذا ونحاها نحو الشام فقال عدو يجمعون لأهل الإسلام ويجمع له عدو يجمعون لأهل الإسلام ويجمع له أهل الإسلام. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സ് പുണ്യ നബി തങ്ങൾ പറഞ്ഞു, അനന്തര സ്വത്തുക്കൾ ഓഹരി വെക്കപ്പെടാത്തൊരു കാലം വരും. ആളുകൾക്ക് വാപ്പ മരിച്ചാൽ സ്വത്ത് വേണ്ട, അത്രയും ക്യാഷിൻ്റെ ഓവർഫ്ലോ വരുന്ന കാലമെന്നാണ്. വലാ യുഫ്റഹു ബിഗനീമ, ഗനീമത്ത് കിട്ടിയാൽ പോലും വേണ്ടെന്ന് വെക്കുന്നൊരു കാലം. എന്നിട്ട് പറഞ്ഞു, അവിടുത്തെ പരിശുദ്ധ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു നഹ്വ ഷാം, ഷാമിൻ്റെ ഭാഗത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അവിടെയാണ് മുസ്ലിമീങ്ങളും തിന്മയുടെയും അനീതിയുടെയും ശക്തികളും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അപ്പോൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, അർ-റൂം എന്ന് റൂമിനെയാണോ റോമക്കാരെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അവരോടാണോ യുദ്ധം നടക്കുന്നത്? ഖാല നഅം, അവരോട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അന്ത്യനാളിൻ്റെ ഈ മൽഹമത്തുൽ കുബ്രയെ അള്ളാഹുവിൻ്റെ ഹബീബ് വ്യക്തമായി പറഞ്ഞു. കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന പോലെ ഒരാൾക്ക് ചിത്രീകരിക്കണമെങ്കിൽ ഇത് ചിത്രീകരിക്കാൻ വരെ പറ്റും, പക്ഷേ നമുക്കത് പാടില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ ഒരു ഹദീസ് ഉണ്ട്, ചിലർ പറയുന്നത് ആണവായുധം ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. നമുക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അള്ളാഹു ആ അതിക്രമികളായ സൈന്യത്തെ അള്ളാഹു നശിപ്പിക്കും, അങ്ങനെ അവരുടെ ഇല്ലായ്മ ചെയ്യപ്പെടും. എന്നിട്ട് പറഞ്ഞു, ഹത്താ ഇന്ന ത്വാഇർ ലാ യമറു ബിജനബാതിഹിം ഫമാ യുഖ്ലിഫുഹും ഹത്താ യഖിറ മയ്യിത. അവരുടെ ഡെഡ് ബോഡികളുടെ മുകളിലൂടെ ഒരു പക്ഷിക്ക് പറക്കാൻ കഴിയില്ല, ആ പക്ഷി അവിടെ ചത്തുവീഴും. അപ്പോൾ ചിലർ വ്യാഖ്യാനം ചെയ്യുന്ന ആണവായുധം ഉപയോഗിച്ചതുകൊണ്ടായിരിക്കും ഉണ്ടാവുക, കാരണം എയർ പൊല്യൂട്ടഡ് ആയിരിക്കുമല്ലോ, പോയിസണസ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ്. നമുക്കതൊന്നും പറയാനായിട്ടില്ല. പുണ്യനബി തങ്ങൾ പറഞ്ഞു, പക്ഷികൾക്ക് അവരുടെ മേലൂടെ പറക്കാൻ കഴിയാത്ത വിധം, ദുർഗന്ധം വമിക്കുന്ന വിധം ഭൂമി മലിനമാവുന്നൊരു സമയമാണത്. അത് ആണവായുധ ഉപയോഗമാണോ അല്ലയോ ഇത് നമുക്ക് പറയേണ്ട കാര്യമില്ല. പുണ്യനബി തങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല. തങ്ങൾ പറഞ്ഞു, പക്ഷികൾക്ക് അവരുടെ മുകളിലൂടെ പറക്കാൻ കഴിയില്ല, അവരുടെ ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആ പക്ഷികൾ ചത്തുവീഴും. ഫയഖിറു മയ്യിത فيتعادوا بنو الأبي كانوا 100 فلا يجد منهم إلا الرجل الواحد فبأي غنيمة يفرح. 100 വീട്ടുകാരുള്ള ഒരു വാപ്പയുടെ മക്കളെ പരസ്പരം യുദ്ധം ചെയ്തിട്ട് ഒരാളെ ബാക്കിയുണ്ടാവുള്ളൂ. ആ മനുഷ്യൻ വാപ്പയുടെ അനന്തര സ്വത്ത് എന്തെടുക്കാനാണ്, എന്ത് കൊണ്ടുപോകാനാണ്, എവിടേക്ക് കൊണ്ടുപോകാനാണ്? فبأي غنيمة يفرح أو أي ميراث يقاسم فبينهما هم كذلك إذا سمعوا ببأس هو أكبر من ذلك. ഒരു യുദ്ധം കഴിഞ്ഞ് അവർ സ്വത്ത് ഓഹരി വെക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഒരാൾ വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ വീടുകളിലേക്ക് മസീഹുദ് ദജ്ജാൽ വന്നിരിക്കുന്നു. ഇന്നദ്ദജ്ജാല ഖദ് ഖലഫഹും ഫീ ദറാരീഹിം. അങ്ങനെ സ്വത്തുകൾ അവിടെ ഇട്ടുകൊണ്ട് അവർ ഓടുകയാണ്, അവർ ഓടുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ഒരു വിഭാഗം ആളുകൾ മസീഹുദ് ദജ്ജാൽ നേരിടാൻ വേണ്ടി പോകും. ഇന്നി ലഅരിഫു അസ്മാഅഹും വഅസ്മാഅ ആബാഇഹിം. അവരുടെ പേരും അവരുടെ വാപ്പമാരുടെ പേരും എനിക്കറിയാം. അൽവാന ഖുയൂലിഹിം. അവർ യാത്ര ചെയ്യുന്ന കുതിരകളുടെ നിറം പോലും എനിക്കറിയാം. ഹും ഖൈറു ഫവാരിസിൻ അലാ ദുഹരിൽ അർള് യൗമഇദിൻ. അന്ന് ഭൂമിയിൽ നിലവിലുള്ള ആളുകളിൽ ഏറ്റവും നല്ല ഈമാനുള്ള കറകളഞ്ഞെടുത്ത ആളുകളായിരിക്കും അവരെ. ഭൂമിയിൽ അവരായിരിക്കും ഏറ്റവും നല്ല ശുദ്ധന്മാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വരവ് സാധ്യമാകുന്നൊരു കാലമാണ്. ആ സമയത്ത് ഈസാ നബി വന്നിരിക്കും. അവർ യുദ്ധം നടത്താൻ വേണ്ടി ഒരുങ്ങി നിന്ന് സുബഹി നിസ്കാരത്തിൻ്റെ തൊട്ട് മുമ്പ് അവർ സഫ് കെട്ടി നിൽക്കുന്നു. നിസ്കരിച്ചതിന് ശേഷം ഒരു യുദ്ധമായിരിക്കും. അപ്പോഴാണ് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. നബി തങ്ങൾ പറഞ്ഞു, അവരുടെ കുളിച്ച് ഒരു മനുഷ്യൻ ബാത്റൂമിൽ നിന്ന് തല തോർത്താതെ ഇറങ്ങി വന്നാൽ എങ്ങനെയായിരിക്കും, അങ്ങനെ നനവോടുകൂടെയാണ് ഈസാ നബി ഇറങ്ങി വരുന്നത് എന്നാണ് ഹദീത്ത്. ഭൂമിയിലൂടെ മേഘക്കീറിനിടയിലൂടെ ഒരു മനുഷ്യൻ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്നൊരത്ഭുതം. അതിനപ്പുറം തങ്ങൾ പറഞ്ഞു, ഇതാ തല താഴ്ത്തിയാൽ
മഹാനവറുടെ തലയിൽ നിന്ന് മുത്തുമണികളെപ്പോലെയുള്ള കണികകൾ തലയിൽ നിന്ന് വീഴുന്നത് പോലെ കാണാൻ കഴിയും മുഅ്മിനീങ്ങൾക്ക്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം അവിടെ ഇമാമു നിൽക്കാൻ ഒരാളില്ലാതെ കാത്തിരിക്കുമ്പോൾ സയ്യിദുന മഹദി അവിടെ ഉണ്ടായിരിക്കും റഹ്മത്തുള്ളാഹി തആല അലൈഹി. അവർ പറയും, ഈസാ നബിയെ നിങ്ങൾ ഇമാമു നിൽക്കണം, സുബഹിക്ക് ഇമാമു നിൽക്കണം. സുബഹിക്ക് ഇമാമു നിൽക്കാൻ വേണ്ടി പറയുമ്പോൾ സയ്യിദുന ഈസാ നബി അലൈഹിസ്സലാം പറയും, ഇമാമുക്കും മിൻകും. കാരണം നിങ്ങൾ ഖുർആൻ ഹിഫ്ദ് ചെയ്ത ആളുകളാണ്, ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകളാണ്. അതുകൊണ്ട് ഇൻജീലിനേക്കാളും മുമ്പിൽ നിൽക്കേണ്ടത് ഖുർആനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ആളാവണമെന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുകയും ഇമാം മഹദി ആ ആദ്യത്തെ സുബഹിക്ക് ഈസാ നബിയോടുകൂടെ ഇമാം മഹദി തങ്ങൾ ഇമാം നിൽക്കുകയും ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ ചൂടിങ്ങനെ കാണുമ്പോഴേ, കാലാവസ്ഥയുടെ ചൂട് നിങ്ങളൊക്കെ അനുഭവിക്കുന്നു, നമ്മളൊക്കെ അനുഭവിക്കുന്നു. മഴ പെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ അല്ലാഹുമ്മ അഗ്ഹിന, പടച്ചവനെ ഇങ്ങനെ ചൂട് നീണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു ഞങ്ങൾക്ക് മഴ തരയണമേ. അല്ലാഹുമ്മ അഗ്ഹിന, പടച്ചവനെ നാടിന് തണലും തണുപ്പുമാകുന്ന വിധം, ബുദ്ധിമുട്ടാകാത്ത വിധമുള്ള മഴ, ഭൂമിയെ തണുപ്പിക്കുന്ന, കിണറുകൾക്ക് വെള്ളം നൽകുന്ന, പുഴകൾ ഒഴുകുന്ന, കൃഷികൾക്ക് ഉപയുക്തമാകുന്ന അള്ളാഹു ഇതിൻ്റെ റഹ്മത്തിൻ്റെ മഴ ഞങ്ങൾക്ക് നൽകണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.